യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷേ വയസ്സിങ്ങനെ ഒരു സ്വാഭാവികമുള്ളൂ, മനുഷ്യൻ്റെ വയസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ വയസ്സ് പോകുന്നതിനൊന്നും അദ്ദേഹം ഒരു കൂസലുമില്ലാതെ നേരിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ വയസ്സ് 73 എന്ന് സാധാരണ 73 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അങ്ങ് എവറസ്റ്റിലേക്കും അടുത്ത യാത്ര അങ്ങ് കിളിമഞ്ചാരോയിലേക്കും ഒക്കെയാണ് ഭാര്യയ്ക്കൊപ്പം. അങ്ങനെ ഒരു വയനാട് സ്വദേശി ലോകം കാണാൻ ഇറങ്ങിയിരിക്കുന്നു. കാണാം. പ്രായം 73 മാർസ് അങ്കിളിന്. പക്ഷേ യാത്രകളോടുള്ള പ്രണയത്തിന് കുറവില്ല. അതും സാഹസിക യാത്രകളാണ് ഏറെ പ്രിയം. വയസ്സ് എന്ന് കഴിഞ്ഞിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബ് ടെക്കേഴ്സിൻ്റെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എവറസ്റ്റിൽ പോയി, കാശ്മീർ ഗ്രേറ്റ് ലേക്ക് എന്ന് പറയുന്ന KGL അവിടെ പോയി, അഗസ്ത്യാർ കൂടത്തിൽ പോയി കഴിഞ്ഞ ഡിസംബറിൽ. അവരുടെ കൂടി പോകാനുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇതിന് ഇപ്പോൾ പ്രചോദനമായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഗ്ലോബ് ട്രെക്കേഴ്സ് സംഘത്തിനൊപ്പം എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് വരെ എത്തി. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പേടിയുണ്ടായിരുന്നു. അവിടുത്തെ കാലാവസ്ഥ എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൂടൽ മഞ്ഞാവും, ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ മഞ്ഞായിരിക്കും. നമുക്ക് എല്ലാ കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നമുക്കൊരു അനുഭവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓവറായിട്ട് വന്നില്ല. പ്രകൃതി അനുഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു. ചെറുപ്പം മുതൽ കാടും മലകളും ഇഷ്ടമാണ്, യാത്രകളോടും താല്പര്യം. ലോകം മുഴുവൻ കറങ്ങണമെന്ന് കരുതി വിവാഹം വരെ വൈകിച്ചു. ചെറുപ്പത്തിലെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ നടന്ന് കാണുക എന്നുള്ളതാണ്. 2 അനുജന്മാർ കല്യാണം കഴിക്കുന്നവരെ കല്യാണം കഴിക്കാണ്ടിരുന്നു. ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നാലും എന്തെങ്കിലും പണി കിട്ടും. അന്നൊരു ഹോട്ടലിൽ പോയി ചെന്നാൽ പോലും ഒരു പണി കിട്ടാത്തൊരു കാലമാണ് അന്നത്തെ. അതുകൊണ്ടാണ് അന്ന് ആ പ്ലാൻ നടക്കാണ്ട് പോയത്. KSRTCയിൽ നിന്ന് വിരമിച്ച മാസ് ഭാര്യ തങ്കമ്മയ്ക്കൊപ്പം 9 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സാഹസിക യാത്രകളിൽ ഒറ്റയ്ക്കാണ് പോകാറെങ്കിലും കുടുംബം കട്ടയ്ക്ക് സപ്പോർട്ടാണ്. കൂടുതൽ ബലം പിടിച്ചാലും പുള്ളി പോകും. അപ്പോൾ പിന്നെ നമ്മൾ അത്ര അങ്ങോട്ട് ടൈം കൊടുക്കുന്നില്ല. പിന്നെ ഹിമാലയത്തിൽ പോയപ്പോൾ മാത്രം ഇച്ചിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ തണുപ്പും അവിടുത്തെ, ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മനുഷ്യന്മാർ മരിച്ചു പോകുന്നതും ഒക്കെ. യാത്രകളോട് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ടാൻസാനിയയിലെ കിളിമഞ്ചാരോ അഗ്നിപർവ്വതത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ മാർസ് അങ്കിൾ. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് വയനാട്ടിൽ നിന്ന്. കമൽ, അദ്ദേഹം പറഞ്ഞ പഴയകാലത്ത് പലപ്പോഴും നടന്നിട്ടില്ല, നടക്കാൻ പറ്റാത്തതൊക്കെ ഇപ്പോഴും അദ്ദേഹം സന്തോഷത്തോടെ ആ യാത്രകൾ പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിൻ്റെയും പിന്തുണ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അല്ലെ, എത്ര ഊർജ്ജസ്വലമായാണ് അവർ കൂടെ നിൽക്കുന്നത്. ഇനി എന്തൊക്കെയാണ് യാത്രാ സ്വപ്നങ്ങൾ? ഈ മാർസ് അങ്കിളിനെ കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത് ഗ്ലോബ് ട്രെക്കേഴ്സ് കൂട്ടായ്മയിലെ ഷാജിയാണ്. റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഷാജി അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനാണ്. അദ്ദേഹം ഈ ഹിമാലയൻ യാത്രയൊക്കെ കഴിഞ്ഞ് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയൊരാൾ, വയനാട്ടിലുള്ള 72 വയസ്സ് പ്രായമുള്ള ഒരാൾ ഇത്തരം സാഹസിക യാത്രയിലൊക്കെ പങ്കാളിയാകുന്നുണ്ട് എന്ന് എന്നോട് പറയുന്നത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് താമസിച്ചു. ഇപ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. ഈ മാർസ് അങ്കിൾ വയനാട് തരിയോട് സ്വദേശിയാണ്. ഇപ്പോൾ ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ പദ്ധതി വരുന്നതിന് മുൻപെയാണ് അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നത്. അന്ന് തന്നെ കാടും മലകളുമൊക്കെ ആയിരുന്നു ഇഷ്ടം. ബാണാസുര മലയുടെ മുകളിൽ നെല്ലിക്ക പറിക്കാൻ ആ മല കയറി പോകുന്ന ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അന്നേ യാത്രകൾ ഇഷ്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വൈൽഡ് ഡ്രീം എന്ന് പറയുന്നത് ലോകം മുഴുവൻ നടന്ന് സഞ്ചരിക്കുക എന്നതായിരുന്നു. യാത്രകളൊക്കെ പോകാൻ വേണ്ടി അദ്ദേഹം വിവാഹം കഴിക്കുന്നത് പോലും കുറച്ച് വർഷങ്ങൾ മാറ്റിവെച്ചു. പക്ഷേ പിന്നീട് KSRTCയിൽ കണ്ടക്ടറായി ജോലിയൊക്കെ കിട്ടി. കുടുംബവും കുട്ടികളുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ മാറ്റിവെച്ചു. പിന്നീട് KSRTCയിൽ നിന്ന് വിരമിച്ച് മക്കളൊക്കെ സെറ്റിലായി. അപ്പോഴാണ് ഈ ഗ്ലോബ് ട്രെക്കേഴ്സ് കൂട്ടായ്മ അദ്ദേഹത്തിന് കൈപിടിച്ച് കൊടുക്കുന്നത്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ പല മേഖലകളിൽ നിന്നുള്ളവർ, പല പ്രായത്തിലുള്ളവരെയൊക്കെ ഇത്തരം സാഹസിക യാത്രകൾക്കും ട്രക്കിങ്ങിനുമൊക്കെ കൊണ്ടുപോകുന്ന വലിയൊരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇപ്പോൾ ഈ യാത്രകളൊക്കെ നടത്തുന്നത്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രാവിശേഷങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നമ്മൾ കേട്ടു. അതുപോലെ കശ്മീരിൽ പോയി, അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോയി, പലയിടത്തും അദ്ദേഹം അങ്ങനെ യാത്രകൾ പോയി. അതോടൊപ്പം തന്നെ ഭാര്യയും കൂട്ടി അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശനവും നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ സാഹസിക യാത്രകളൊക്കെ. ഇനി എന്തായാലും അല്ലേ
വീട്ടുകാരെയും സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ കൂടി ഈ യാത്രയിലൂടെ നേടുന്നു. ഇനി ഒരുപാട് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരാം. ശരി കമൽ.